ആസാം മുഖ്യമന്ത്രിയുടെ ഒരു വിലാപം നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. പലരും മൂടിവെക്കുന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട്. അത് ഈ ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയുടെ ഒരു സന്ദർഭമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആൻസൈറ്റി, അദ്ദേഹത്തിൻ്റെ ആശങ്ക വളരെ വലുതാണ്. ബംഗ്ലാദേശിൽ നിന്ന് പലതരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി അത് അവിടുത്തെ ഡെമോഗ്രാഫിയെ ബാധിക്കുന്നു, ആസാമിലെ ജനസംഖ്യയെ ബാധിക്കുന്നു, അവിടുത്തെ സ്വൈരജീവിതത്തെ ബാധിക്കുന്നു, സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു, പൗരത്വത്തെ ബാധിക്കുന്നു, പൊളിറ്റിക്സിനെ ബാധിക്കുന്നു. ഇങ്ങനെ പോയാൽ ബംഗ്ലാദേശിൽ സമാധാന ജീവിതം ഉണ്ടായാൽ തന്നെ നുഴഞ്ഞു കയറി ആളുകൾ ചില്ലറ കൈക്കൂലി കൊടുത്തൊക്കെ വന്ന് കയറുന്ന നാടാണ്. വെസ്റ്റ് ബംഗാൾ പരാതിപ്പെടാത്തതുകൊണ്ടാണ്. പശ്ചിമ ബംഗാളിൽ ഇതിനേക്കാൾ കൂടുതലാണ്. നമ്മുടെ രണ്ട് അതിർത്തി സംസ്ഥാനത്തെയും സ്ഥിതി വളരെ ഗുരുതരമാണ്. അപ്പോൾ ആസാം മുഖ്യമന്ത്രി എങ്കിലും അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആസാം മുഖ്യമന്ത്രി പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ കലാപം കൂടി വന്ന സ്ഥിതിക്ക്, അവിടുത്തെ പ്രധാനമന്ത്രി പോലും പ്രാണനും കൊണ്ട് നാട് വിട്ട സ്ഥിതിക്ക്, ഇനി എത്ര പേരാണാവോ അതിർത്തി കടന്ന്, വേലി കടന്ന്, കൊടുങ്കാട് കടന്ന്, മലമേടുകൾ കടന്ന് ആസാമിൻ്റെ മലയോരങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ എൻ്റെ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ അനുപാതം എങ്ങനെ മാറും? എൻ്റെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം എങ്ങനെ മാറും? എൻ്റെ സംസ്ഥാനത്തിൻ്റെ ക്രൈംസിൻ്റെ, കുറ്റകൃത്യങ്ങളുടെ പെരുപ്പം എങ്ങനെ മാറും? ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എത്ര കാലത്തേക്ക് എൻ്റെ ആസാമിൻ്റെ സമാധാനം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആലോചിച്ചു, അയൽ രാജ്യത്തെ കലാപത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന ആസാം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മുടെ ബംഗ്ലാദേശ് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും. രാമേന്ദ്രൻ സാർ അദ്ദേഹം കുറച്ചുകൂടി കടന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2041 ഇന്നത്തെ അസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദുക്കൾ അസമിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആകുലത. ആ ആകുലത അദ്ദേഹം പങ്കുവച്ചിട്ട് പറയുകയാണ്, ഈ ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമാകാൻ സാധ്യതയുണ്ട് 2041 ആകുമ്പോൾ. ഞാൻ ശക്തിക്കും ക്ഷമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മതവും സംസ്കാരവും രക്ഷിക്കാൻ എനിക്ക് ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്. കാരണം ഹിന്ദു സംസ്കാരവും മതവും ഒന്നും അവിടെ ഇനി തുടരാൻ സാധ്യതയില്ല. ഇങ്ങനെ, അതായത് ബംഗ്ലാദേശ് ഒരു താലിബാൻ ആയിക്കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല എന്നുള്ള ഇതാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഞാനപ്പോൾ കണക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആകുലതയ്ക്ക് ന്യായമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കണക്കുകൾ നോക്കുമ്പോൾ സാമാന്യം നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. 2011 കാനേഷുമാരിയിൽ 2011 സെൻസസ് ആണല്ലോ അവസാനത്തേത്, ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. 61% ആണ് ഹിന്ദുക്കൾ അസമിൽ മൊത്തം. പക്ഷേ 29 ജില്ലയാണ് അവിടെ. ആ 29 ജില്ലയിൽ 17 ജില്ലയിലാണ് ഹിന്ദു ഭൂരിപക്ഷം. ബാക്കി 12 സ്ഥലത്ത് മുമ്പ് ഹിന്ദു ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല. അപ്പോൾ 12 ജില്ലകളിലെ ഡെമോഗ്രഫി, ജനസംഖ്യ മാറിക്കഴിഞ്ഞു. 12 എണ്ണത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. അതാണ് കുറഞ്ഞു വരുന്നത്. 1901 സംസ്ഥാനത്തെ ജനസംഖ്യ 32.89 ലക്ഷമായിരുന്നു ടോട്ടൽ. 1901 1901 അതിൽ ഹിന്ദുക്കൾ 27.81 ലക്ഷമായിരുന്നു അന്ന്. എന്ന് പറഞ്ഞാൽ 1901 84.55% 2011 3.1 കോടി ആണ് ജനസംഖ്യ. അതിൽ ഹിന്ദു 1.9 കോടി എന്ന് വെച്ചാൽ 61.47%. കുറഞ്ഞിരിക്കുന്നത് 23% ഹിന്ദുക്കളുടെ എണ്ണത്തിൽ. അതിന് കാരണം, ഒരു കാരണം എല്ലായിടത്തും പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ ലോവർ ഫെർട്ടിലിറ്റി റേറ്റ്, ജനന നിരക്ക് കുറഞ്ഞത്. അടുത്തത് പക്ഷേ എല്ലായിടത്തും കാണുന്ന കാരണം അല്ല പറയുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ഫ്രം ബംഗ്ലാദേശ് എന്നുള്ളതാണ്. അനധികൃത കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്ന് ഉള്ളത് ആണെന്നാണ് പറയുന്നത്. ഇനി ഹിന്ദുക്കൾ കുറഞ്ഞ ജില്ലകൾ പറയാം. ബാർപേട
29.11%. ഓരോ ജില്ലയിലുള്ള ഹിന്ദുക്കളുടെ ശതമാനം പറയാണ്, ശ്രദ്ധിക്കണം. ബാർപേട 29.11%. ബൊങ്കൈ ഖാവോൺ 48.61%. ദാരംഗ് 35.25%. ദുബ്രി 19.92% മാത്രം ഹിന്ദുക്കൾ. ഈ ദുബ്രിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മാഷിനോട് പറഞ്ഞത്, വളരെ വർഷങ്ങളായിട്ടൊരു മുസ്ലിം സ്ഥാനാർത്ഥി മാത്രം ജയിച്ചു വരുന്ന സ്ഥലമാണ്, സ്വന്തം പാർട്ടി, അല്ലാതെ കോൺഗ്രസും ഒന്നുമല്ല. 94.4% ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ശതമാനം. അവിടെ ദുബ്രിയിൽ ഇപ്പൊ കേരളത്തിലുമൊക്കെ ദുബ്രിന്ന് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരുമൊക്കെ ഈ വോട്ട് എടുപ്പാവുമ്പോൾ എല്ലാവരും തിരിച്ചങ്ങോട്ട് പോകുന്നു വോട്ട് ചെയ്യാൻ. അവർക്ക് ഈ മറ്റേ CAA അതിനെ പറ്റിയൊക്കെ ഭയങ്കര ഉത്കണ്ഠയുള്ള ആളുകളാണ് അവർ. അപ്പോൾ ദുബ്രിയിൽ 19.92% മാത്രം. ഗോൽപാര 34.5%, ഹിലാക്കണ്ടി 38.1%, കരിംഗഞ്ച് 42.48%, മോറിഗാവ് 47.2%, നഗോൻ 23.39%, ഹൊജായ് 49.53%, സൗത്ത് സൽമാര ആ ജില്ലയിൽ ഹിന്ദുക്കൾ 1.84% മാത്രം. 4589 ഹിന്ദുക്കൾ മാത്രമേ അവിടെയുള്ളൂ, 1%. ഇതാണ് ജനസംഖ്യയിൽ വരുന്ന വല്ലാത്ത വ്യതിയാനം അവിടെ കാണുന്നത്. അതാണെങ്കിൽ ശരിക്കും ഒരു വൈഷ്ണവ മതത്തിന് പ്രാമുഖ്യം ഉണ്ടായിരുന്ന സംസ്ഥാനമാണത്. ബ്രഹ്മപുത്ര താഴ്വരയിൽ 62% ഹിന്ദുക്കൾ, ബോഡോലാൻഡിൽ 71.3%, ബറാക്ക് താഴ്വരയിൽ 50%. ഇത്രയും ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള അടുത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവ മതത്തിലെ ഏകസർണ വിഭാഗക്കാരാണ് അവിടെ. അഹോം രാജാക്കന്മാർ കുറേക്കാലം ഭരിച്ചിരുന്നതാണ്, 600 കൊല്ലം. അവർ ഹിന്ദുമതത്തിൽ പിന്നീട് ചേർന്നതാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ബോഡോ കച്ചിരി ഗോത്രവർഗ്ഗക്കാർ ഹിന്ദുമതത്തിൽ ചേർന്നിരുന്നു. ആദ്യ അഹോം രാജാവ് ഹിന്ദുമതത്തിൽ ചേർന്നത് സുഹുങ് മങ് ആണെന്നൊരു വേർഷനുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ജയധ്വാജ് ഹങ്ക എന്ന് പറഞ്ഞ രാജാവാണെന്ന് വേറൊരു വേർഷനും ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാലത്താണ് ഹിന്ദുമതം, അവർ ഹിന്ദുമതത്തിലേക്ക് ചേർന്നിട്ടാണ് ഹിന്ദുക്കൾ ധാരാളം വരുന്നത്. ഹജോ, നവഗ്രഹ, വസിഷ്ഠ, ഉമാനന്ദ, ശുക്രേശ്വർ, ദുർഗേശ്വരി തുടങ്ങി ധാരാളം ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ കാമാഖ്യയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക രാമൻ സാറേ, ഒന്ന് ഇതൊരു മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ആരെങ്കിലും അക്കാഡമീഷ്യൻ അല്ല, ഒരു ചരിത്ര പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യശാസ്ത്ര പണ്ഡിതനോ അല്ല. മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതുണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഗണ്യമായി ഹിന്ദു പോപ്പുലേഷൻ കുറയുകയും മുസ്ലിം പോപ്പുലേഷൻ കൂടുകയും ചെയ്യുന്നു? രണ്ട് കാരണം, സാറ് പറഞ്ഞ രണ്ട് കാരണം ആവാനേ വഴിയുള്ളൂ. ഒന്നുകിൽ ഹിന്ദുക്കൾ നാട് വിട്ടു പോകുന്നുണ്ടാവണം, തിരിച്ചും സംഭവിക്കാമല്ലോ. അങ്ങനെ ഒരുപക്ഷെ ഹിന്ദുക്കൾ ചില ഏരിയയിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്തിട്ട് മറ്റു മേഖലകളിൽ പാർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നുണ്ടാവാം, ഈ കിഴക്കൻ മലയോരത്തെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം. അതാണ് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ 2041 ആവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈ അതിർത്തി മേഖലകളിലാണ്. അതെ, ഞാൻ പറയുന്നത് 2041 എന്ത് സംഭവിക്കുമെന്ന് ഞാൻ എനിക്ക് ഓർക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ദുർബലനായ ഒരു വീട്ടമ്മയുടെ നിലവാരത്തിൽ സംസാരിച്ച പോരല്ലോ മുഖ്യമന്ത്രി. കർശനമായ നടപടിയെടുക്കണം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഡൊമൈസൈൽ ലോസിനെ പറ്റിയൊക്കെ മാഷ് പറഞ്ഞു. കാരണം ചില സ്ഥലത്ത് മുസ്ലിങ്ങൾ സ്ഥലം മേടിക്കാൻ പാടില്ല, ചില സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് മറ്റേ സ്ഥലം കൊടുക്കാൻ പാടില്ല, ഭൂമി, ഇങ്ങനെയൊക്കെ നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇത്രയും കണക്ക് നമ്മുടെ മുന്നിൽ വന്നിരുന്നില്ല. പക്ഷേ ഈ കണക്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായൊരു നിയമനിർമ്മാണവുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിലെ പൗരന്മാർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന മട്ടിൽ ആസാമിൻ്റെ മുഴുവൻ ഐഡൻറ്റിറ്റിയും ഇതാ തകർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം നിലവിളിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒട്ടും ചേർന്നല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP മുഖ്യമന്ത്രിമാരിൽ അങ്ങേയറ്റം
വളരെ എനിക്ക് തോന്നുന്ന അങ്ങേയറ്റം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരാൾ. രാഹുൽ ഗാന്ധിയൊക്കെ വരച്ച വരയിൽ നിർത്തിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ശക്തനായ ഒരാളിൽ നിന്ന് അവിടുന്ന് വന്നിട്ടുള്ള ആളാണ്. ആണ് തീർച്ചയായിട്ടും. അപ്പോൾ രാഹുൽ, അപ്പം ഞാൻ അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദുർബലൻ്റെ വാക്കാണത്. ശക്തമായ നടപടികളുമായിട്ട് ഇന്ത്യ ഒരു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരുന്ന ആസാമിൽ ദുർബലമായ ചില സ്വരങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് തന്നെയുള്ള ആത്മവിശ്വാസം കുറയ്ക്കുകയാണ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ സാറ് പറഞ്ഞ കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ സത്യമാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾക്ക് അദ്ദേഹം മുൻകൈ എടുക്കണം. ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും, രാജ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാവും. മാത്രമല്ല ഇത് ഈ കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം ആരെയാണ് ആക്ഷേപിക്കുന്നത്? യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഇഷ്യൂ അല്ലല്ലോ. അതിശക്തമായ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ വ്യൂഹത്തെ കൂടിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അത് BJP തന്നെ ചർച്ചയ്ക്കെടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അത് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയുടെ ഉള്ളിലും പുറത്തും ചർച്ചയ്ക്ക് വരട്ടെ. ഇദ്ദേഹത്തിൽ നിന്ന് ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് ഇന്ത്യയുടെ മൊത്തം കോൺഫിഡൻസിനെ ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. സാറിന് വല്ലതും ചേർത്ത് പറയാനുണ്ടെങ്കിൽ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കും. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കുറേയും കൂടി ഊർജ്ജസ്വലമായിട്ട് ഈ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ ഇവിടം വിട്ട് എങ്ങോട്ടും പലായനം ചെയ്യേണ്ടതില്ല, ഞാൻ ഉറപ്പ് തരുന്നു. അങ്ങനെ പറഞ്ഞാൽ മുഴുവൻ ആസാമികളും അസാം ഇപ്പോൾ നമ്മൾ ഈ ജാതിയും മതവും മാത്രമല്ലല്ലോ, അസാം എല്ലാവരുടെയും. മലയാളികൾ പട്ടിണിയുടെ കാലത്ത് പോയി പണിയെടുത്തു. പണ്ട് അയാളൊരു ആസാമിയാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ വേറെ അർത്ഥത്തിൽ പറയുമായിരുന്നു. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെ ഒരു ആസാമിയായി തീരരുത്. കറക്റ്റ്. ഇനി അതിനപ്പുറത്തൊന്നും പറയാനില്ല. നോ കമന്റ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.